ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് വൺസ് മോർ. നമ്മൾ ഹെൽത്ത് എക്കണോമിക്സിലെ ബേസിക് കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ മോർട്ടാലിറ്റി റേറ്റ്, ഫെർട്ടിലിറ്റി റേറ്റ്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് തുടങ്ങിയ 4 കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പഠിക്കുന്നത്, മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ. എന്താണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ? മെറ്റേണൽ ഡെത്ത് ഈസ് ദ ഡെത്ത് ഓഫ് എ വുമൺ വൈൽ പ്രഗ്നൻറ്റ് ഓർ വിത്തിൻ 42 days ഓഫ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെറ്റേണൽ എന്ന് പറഞ്ഞാൽ മാതൃത്വത്തിനാണ് പറയുന്നത്. അപ്പോൾ മെറ്റേണൽ ഡെത്ത് എന്താണ്? ഒരു സ്ത്രീ ഒന്നെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി അവസാനിച്ച് 42 ദിവസത്തിനുള്ളിൽ മരണപ്പെടുന്നതിനെയാണ് മെറ്റേണൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റേണൽ ഡെത്ത് എന്താണ്? ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മരിക്കുന്നതിനെയോ പ്രഗ്നൻസി അവസാനിച്ച് അഥവാ പ്രസവിച്ച് 42 ദിവസത്തിനുള്ളിൽ മരിക്കുന്നതിനെയോ ആണ് മെറ്റേണൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ? എന്താണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മെറ്റേണൽ ഡെത്ത്സ് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ടൈം per 1 lakh live births during the same time period. എന്താണ് MMR അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ? ഒരു വർഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് 1,00,000 ജനനത്തിൽ എത്ര മാതാക്കൾ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ജീവനോട് കൂടി 1,00,000 കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേരുടെ മാതാക്കൾ മരണപ്പെടുന്നുണ്ട് എന്നതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മെറ്റേണൽ ഡെത്ത്സ്. എത്ര പ്രഗ്നൻ്റ് ആയ മാതാക്കൾ മരിക്കുന്നു ഡ്യൂറിങ് എ ഗിവൺ ടൈം, ഒരു നിശ്ചിത സമയത്ത്, പെർ 100,000 എന്നോ 1 lakh എന്നോ നിങ്ങൾക്ക് വായിക്കാം. ലൈവ് ബേർഡ്സ്, 1,00,000 ജീവനോട് ജനിക്കുന്ന 1,00,000 കുട്ടികളിൽ എത്ര പേരുടെ മാതാക്കൾ മരിക്കുന്നുണ്ട് ഡ്യൂറിങ് ദ സെയിം ടൈം പീരിയഡ്, ആ ഒരു കാലയളവിൽ. അതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ. MMR ഓഫ് ഇന്ത്യ ഇൻ 2016-2018 ഈസ് 113. ഇന്ത്യയിൽ ഒരു വർഷം 1,00,000 കുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ 113 അമ്മമാർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ ഉടനെ 42 ദിവസത്തിന് മുമ്പേ മരണപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ ഏറ്റവും കുറവുള്ളത്. 43 മാത്രമാണ് കേരളത്തിലുള്ളത്. അഥവാ 1,00,000-ൽ 43 മാതാക്കളാണ് മരണപ്പെടുന്നത്. ദ ലീഡിങ് കോസ് ഓഫ് സച്ച് ഡെത്ത് ഇൻ ഇന്ത്യ ആർ. ഇന്ത്യയിൽ ഇത്തരം മരണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്താണ്? ഹെമറേജ്. എന്താണ് ഹെമറേജ്? പ്രസവ രക്തസ്രാവം. അതിനെയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. 38% അത്തരത്തിലുള്ള മരണങ്ങളാണ്. രണ്ടാമത്തെ ഒരു കാരണം സെപ്സിസ്. അതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻ രോഗമാണ്, പ്രസവം മൂലമുണ്ടാകുന്നത്. അത് 11% പേരാണ് അത്തരത്തിൽ മരണപ്പെടുന്നത്. മൂന്നാമത്തേത് അബോർഷൻ മൂലവും 8% സ്ത്രീകൾ, അഥവാ മരണത്തിലെ 8% അബോർഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത് മോർബിഡിറ്റി റേറ്റ്. എന്താണ് മോർബിഡിറ്റി? മോർബിഡിറ്റി റേറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓർ പ്രൊപ്പോർഷൻ വിത്ത് വിച്ച് എ ഡിസീസ് അപ്പിയേഴ്സ് ഇൻ എ പോപ്പുലേഷൻ. ജനസംഖ്യയുടെ ഒരു നിശ്ചിത ഭാഗത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത വിഭാഗം ജനതയ്ക്ക് നിത്യേന എന്നോണം ഒരു അസുഖമുണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് മോർബിഡിറ്റി റേറ്റ് എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക അസുഖം ഉണ്ടാകുന്നു, അതിനെയാണ് മോർബിഡിറ്റി റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് മോർബിഡിറ്റി റേറ്റ് അളക്കുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ പോർഷൻ ഓഫ് പീപ്പിൾ ഇൻ എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഒരു പ്രത്യേക ഭൂപ്രദേശത്തുള്ള ജനങ്ങളെ അളക്കുകയാണ്. ഹൂ കോൺട്രാക്റ്റഡ് എ പെർട്ടിക്കുലർ ഡിസീസ് ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം പീരിയഡ്. ഒരു പ്രത്യേക സമയത്തും ഒരു പ്രത്യേക കാലത്തും ആ ജനവിഭാഗത്തിനുണ്ടാകുന്ന പ്രത്യേക രോഗം,
അതിനെയാണ് എന്ത് മോർബിഡിറ്റി റേറ്റ് അളക്കുന്നത്. ഈ മോർബിഡിറ്റി എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ സ്റ്റാറ്റസ് ഓഫ് ബീയിങ് ഇൽ ഓർ അൺഹെൽത്തി. എന്തെങ്കിലും അസുഖം വരിക, അനാരോഗ്യം, ഇതിനെയാണ് മോർബിഡിറ്റി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അതെന്തെല്ലാം ഉൾപ്പെടുന്നു? ഇറ്റ് ഇൻക്ലൂഡ്സ് എ കണ്ടീഷൻ ഓഫ് ഇഞ്ചുറി, എന്തെങ്കിലും ഒരു പരിക്ക്, അസുഖം അല്ലെങ്കിൽ ഡിസബിലിറ്റി, ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക, കൈ നീക്കാൻ കഴിയാതിരിക്കുക, കാല് അനക്കാൻ കഴിയാതിരിക്കുക, അതാണ് ഡിസബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് മോർബിഡിറ്റി എന്ന വാക്കിൻ്റെ ഉദ്ദേശം. ഇത്തരം അസുഖങ്ങൾ എന്താകാം? ഇറ്റ് ക്യാൻ ബി അക്യൂട്ട് ഓർ ക്രോണിക്. രണ്ട് തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അക്യൂട്ട് ഡിസീസ് ഉണ്ട്, ക്രോണിക് ഡിസീസ് ഉണ്ട്. എന്താണ് അക്യൂട്ട് ഡിസീസ്? ഉദാഹരണമാണ് ഹാർട്ട് അറ്റാക്ക്. ക്രോണിക് ഡിസീസിൻ്റെ ഉദാഹരണം ക്യാൻസർ. അപ്പോൾ ഈ മോർബിഡിറ്റി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇത് വൃത്തി കുറഞ്ഞതുകൊണ്ട് ആ ഒരു ജനവിഭാഗത്തിന് കൂടുതൽ അസുഖങ്ങൾ, പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു, അല്ലേ? ഒരു യാഥാർത്ഥ്യമാണ്. നേരെ മറിച്ച് കേരളത്തിൽ, ഉത്തരേന്ത്യയെ പോലെ കേരളത്തിൽ അത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താണ്, ആ ഒരു ഭൂപ്രദേശത്തെ ആളുകൾക്ക് ഇന്ന അസുഖത്തിലെ മോർബിഡിറ്റി റേറ്റ് കൂടുതലാണ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ അതുപോലെ വേറൊരു ഉദാഹരണമാണ് എന്ത്, ഒരു സ്ഥലത്തെ ജനവിഭാഗത്തിന് എന്താണ് ഒരു ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ. യൂറോപ്പിലുള്ള സ്ത്രീകളിൽ കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നു. അത് യൂറോപ്യൻ സ്ത്രീകൾക്കാണ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ അവിടെയുള്ള അവരുടെ ഭക്ഷണശീലങ്ങൾ, ജീവിതശീലങ്ങളൊക്കെയാണ് അതിന് കാരണം. അപ്പോൾ അവിടെ ആ വിഭാഗത്തിന് എന്താണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മോർബിഡിറ്റി റേറ്റ് കൂടുതലാണ്. ഇതാണ് മോർബിഡിറ്റി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അസുഖങ്ങൾ എന്താകാം? അക്യൂട്ട് ആകാം, അല്ലെങ്കിൽ ക്രോണിക് ആകാം. എന്താണ് അക്യൂട്ട് ഡിസീസ്? അക്യൂട്ട് രോഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്യൂട്ട് ഡിസീസ് റെഫർ ടു ദ മെഡിക്കൽ കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് സഡൻലി ആൻഡ് ലാസ്റ്റ് ഫോർ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. പെട്ടെന്നുണ്ടാകുന്ന അസുഖം വളരെ കുറച്ച് കാലമേ നിലനിൽക്കുള്ളൂ, അല്ലേ? ഹാർട്ട് അറ്റാക്ക് പോലുള്ളവ. ഹാർട്ട് അറ്റാക്ക് എപ്പോഴാണോ നമ്മൾ നനച്ചിരിക്കാത്ത സമയത്താണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സുഖമാകും, അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനൊക്കെ കഴിയുന്നതോടുകൂടി എന്താകും? ഹാർട്ട് അറ്റാക്ക് സുഖമാകും. നേരെ മറിച്ച് ക്രോണിക് ഡിസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്രോണിക് ഡിസീസ് ഡെവലപ്പ് സ്ലോലി ആൻഡ് ലാസ്റ്റ് ഫോർ എ ലൈഫ് ടൈം. അത് വളരെ മെല്ലെ ഉണ്ടായി വരികയുള്ളൂ, പക്ഷേ ജീവിതത്തിൻ്റെ അവസാനം വരെ അത് നിലനിൽക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? ക്രോണിക് ഡിസീസ്. ഉദാഹരണത്തിന് ക്യാൻസർ വളരെ മെല്ലെയാണ് പല ഭാഗത്തും ഡെവലപ്പായി വരുന്നത്. അത് ഒരു പക്ഷേ മിക്ക ക്യാൻസറുകളും നമ്മുടെ മരണം വരെ നമ്മളൊപ്പം നിലനിൽക്കുന്നു. അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾ, ഇപ്പോൾ ഡയബറ്റീസ് പോലുള്ളവ, കൊളസ്ട്രോൾ, പ്രഷർ പോലുള്ള അസുഖങ്ങളൊക്കെ എന്താണ്? ക്രോണിക് ഡിസീസുകളാണ്. അപ്പോൾ എന്താണ് മോർബിഡിറ്റി റേറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഒന്നുകൂടി പറയാം. മോർബിഡിറ്റി റേറ്റ് ഒരു പ്രത്യേക സ്ഥലത്തെ ജനവിഭാഗത്തിന് ഒരു പ്രത്യേക അസുഖം സ്ഥിരമായി ഉണ്ടാകുന്നതിനെ അതിനെ അളക്കുന്നതിനെയാണ് നമ്മൾ മോർബിഡിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര അളവിൽ, എത്ര പെട്ടെന്ന് ഫ്രീക്വൻസിയിൽ അവർക്ക് അസുഖം ഉണ്ടാകുന്നു, എത്ര കാഠിന്യത്തിൽ അവർക്കുണ്ടാകുന്നു, എത്ര മരണമുണ്ടാകും, ഇതൊക്കെ എന്താണ് ഈ മോർബിഡിറ്റി റേറ്റിന് കീഴിൽ വരുന്നത്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.